ബോളിവുഡ് സംവിധായകനും നടനുമായിരുന്ന അനുരാഗ് കശ്യപ് ബോളിവുഡ് വിടണമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ പറഞ്ഞിരുന്നായിരുന്നു. പുള്ളിക്ക് മുംബൈ മടുത്തു, അല്ലെങ്കിൽ ബോളിവുഡ് ആണെങ്കിൽ 1000 കോടി സിനിമകളുടെ പിന്നാലെയാണ് എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരിക്കുകയാണ്, അദ്ദേഹം മുംബൈ വിട്ടിരിക്കുന്നു, മറ്റൊരു നഗരത്തിലേക്കാണ് ചേക്കേറിയത്. അത് ബാംഗ്ലൂരു ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, മമ്മൂട്ടി അല്ലെ ബേസിലി ഇവരുടെ പടങ്ങളെയൊക്കെ അഭിനന്ദിച്ചും മലയാള സിനിമയെ അഭിനന്ദിച്ചും തുടർച്ചയായിട്ട് അനുരാഗ് കശ്യപ് പോസ്റ്റുകൾ ഇട്ടിരുന്നു. അജിംസ്, അനുരാഗ് കശ്യപിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിപ്പോൾ മലയാളത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് അരങ്ങേറിയ നടനായിട്ട് നമ്മളിപ്പോൾ കണ്ടതാണ് റൈഫിൾ ക്ലബ്ബിലൂടെയാണ്. ഇതിൻ്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ സജീവമാണ് നമ്മുടെ സംവിധായകരുടെ ഇടയിൽ, അല്ലെ നമ്മുടെ ചിത്രങ്ങളെക്കുറിച്ചിട്ട്, മലയാളം ചിത്രങ്ങളെക്കുറിച്ചിട്ട്, തമിഴ് ചിത്രങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹം പലയിടത്തും വാചാലനാകുന്നത്. എന്തായിരിക്കും അനുരാഗിനെ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് വെച്ചാൽ, മലയാളം തമിഴ് സിനിമകൾ അത്രത്തോളം നന്നാകുന്നു, ബോളിവുഡ് മോശം ആയിക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് കൂടിയിട്ട് തന്നെയാണ്. സംവിധായകൻ എന്ന നിലയിൽ അനുരാഗ് കശ്യപിൻ്റെ സിനിമകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ സിനിമകൾ മലയാളത്തിൽ വന്നിരുന്നെങ്കിലെന്ന് മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സിനിമകൾ തന്നെയാണ്. ഒരുപക്ഷെ മലയാളത്തിൻ്റേതായ ഒരു ജോണറിൽ സിനിമകൾ എടുക്കുന്ന ഒരാളാണ് അനുരാഗ് കശ്യപ്. അപ്പോൾ പക്ഷേ അതിനവിടെ കിട്ടിയിട്ടുള്ള സ്വീകാര്യത എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അനുരാഗ് കശ്യപിൻ്റെ ഏത് പടവുമാകട്ടെ, പിന്നീട് കൾട്ട് ക്ലാസിക്കുകളായി മാറിയിട്ടുള്ള സിനിമകളായാൽ പോലും അവിടുത്തെ ഇൻഡസ്ട്രി മീൻസ് പ്രേക്ഷകർ അതിനെ സ്വീകരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അനുരാഗ് കശ്യപിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കേരളത്തിലായിരിക്കും തോന്നുന്നു. കാരണം മലയാളികളുടെ ഒരു ടേസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സംവിധാന സംരംഭങ്ങളും നമുക്ക് അറിയാം. അദ്ദേഹം സംവിധായകൻ മാത്രമല്ല, ഒരു നിർമ്മാതാവ് എന്ന നിലയിലും ഒരു ബാനർ എന്ന നിലയിലും അനുരാഗ് കശ്യപ് ഒരു ബാനർ തന്നെയാണ് എന്ന നിലയിലും അദ്ദേഹം നല്ല സിനിമകളോടൊപ്പം നിന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര പ്രശസ്തി അദ്ദേഹത്തിന് അതുവഴി ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോൾ ഏത് സിനിമ എടുത്താലും ഹിന്ദിയിൽ ഇറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും അതൊരു സമാന്തര സിനിമകളുടെ സ്വഭാവത്തിലോ അല്ലാതെ ഒരിക്കലും വലിയ കളക്ഷൻ കിട്ടിയ സിനിമകളല്ലല്ലോ അത്. അതേസമയം അനുരാഗ് കശ്യപ് ഇത്രയും കഴിഞ്ഞ ഒരു 10-15 വർഷം അദ്ദേഹം മലയാളത്തിലാണ് ചിലവഴിച്ചിരുന്നെങ്കിൽ മലയാളം സിനിമയുടെയും അദ്ദേഹത്തിൻ്റെയും ലെവൽ എവിടെ എത്തുമായിരുന്നു ആലോചിച്ച് നോക്കുക. ഒന്നും വേണ്ട, ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലായിരുന്നെങ്കിൽ, തമിഴിലോ മലയാളത്തിലോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെവൽ വേറെ ഒന്നായി മാറിയേനെ. ഇനി കഴിഞ്ഞൊരു 10-12 വർഷമായിട്ട് അദ്ദേഹം 10-15 വർഷമായിട്ട് അദ്ദേഹം ഹിന്ദിയിൽ ഉണ്ട്. അദ്ദേഹം കുറേയധികം സിനിമകൾ ചെയ്തു. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കൂടി വരുന്നു. മഹാരാജയിൽ അദ്ദേഹം തമിഴിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം സൗത്തിലേക്ക് മാറുകയാണെന്ന് ഡിസംബറിൽ പറഞ്ഞതാണ്. അദ്ദേഹം മാറിയെന്ന് ഇപ്പോൾ നമ്മൾ അറിയുന്നു. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനും സദേൺ സിനിമകൾക്കും ഒരു പുതിയ സമയം നൽകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം ചില ആളുകളുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ തന്നെ എടുക്കുക, മലയാളത്തിൽ ആഷിഖ് അബു എന്ന് പറയുന്നൊരു ഒരു സംവിധായകൻ. അദ്ദേഹം ഒരു വലിയ സംവിധായകൻ എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അദ്ദേഹത്തെക്കാൾ മികച്ച സംവിധായകരൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇൻഡസ്ട്രിയിൽ ഉള്ളതുകൊണ്ട് തെളിഞ്ഞു വന്ന കുറേ പ്രതിഭകളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയുന്നത്, അദ്ദേഹം കൂടെ നിൽക്കുന്ന അദ്ദേഹത്തെ അസോസിയേറ്റ് ചെയ്യുന്ന പുതിയ കുറേ ചെറുപ്പക്കാർ സിനിമകളായിട്ട് രംഗത്ത് വന്നു. അദ്ദേഹവുമായി ഏതെങ്കിലും രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ നല്ല നല്ല സിനിമകളായിട്ട് രംഗത്തേക്ക് വന്നു. അതൊരു ഗെയിം ചേഞ്ചറായിരുന്നു മലയാള സിനിമയിൽ. ഞാൻ ആഷിഖ് കപൂർ വലിയ സംവിധായകനാണെന്ന് പറയില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ച് നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. നല്ല സിനിമകളുണ്ട്, മോശം സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ടീം, ആ ടീം മലയാള സിനിമയെ മാറ്റിമറിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അനുരാഗ് കശ്യപിന് ഈ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ, ഞാൻ മലയാളം മാത്രമല്ല പറയുക, അദ്ദേഹം തമിഴിലാണെങ്കിലും ഇനി കന്നഡയാണെങ്കിലും തെലുങ്കിലാണെങ്കിലും അദ്ദേഹത്തിന് വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഓൾറെഡി കന്നഡയും മലയാളവും തമിഴൊക്കെ വേറൊരു ലെവലിൽ പോകുന്ന ഇൻഡസ്ട്രികളാണ്. തെലുങ്ക് അർത്ഥത്തിൽ കമേഴ്ഷ്യലി സാങ്കേതികമുള്ള സിനിമകൾ ഇറക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തെലുങ്ക്. അപ്പോൾ അതിനൊരു വേറൊരു ലെവലിലേക്ക്, ടു അനദർ ലെവൽ കൊണ്ടുപോകാൻ അനുരാഗ് കശ്യപിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ബാനർ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സഹായിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം ദക്ഷിണേന്ത്യൻ സിനിമകളിൽ പുതിയ സിനിമകൾ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും നമുക്ക് കാത്തിരിക്കാം. കാരണം അത് ഏത് രൂപത്തിലാണ് വരിക, ഹിന്ദിയിൽ ചെയ്യുന്ന പോലെയാണ് ഇനിയിപ്പോൾ സദേൺ സിനിമകളിൽ അദ്ദേഹം കൊണ്ടുവരാമെന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ സദേൺ സിനിമകൾക്ക്, തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമായിരിക്കും. വീണു, ഈ അനുരാഗ് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, IFFKയിൽ വന്നപ്പോൾ കണ്ട ഒരു ഓഡിയൻസ് അനുരാഗിനെ ഞെട്ടിക്കുന്നതായിരുന്നു. തൻ്റെ പ്രസംഗമല്ല, തന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരാൾക്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. പിന്നീട് ഒന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ജനിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളെടുത്താൽ പൊതുവായിട്ട് ഈ സംസ്ഥാനങ്ങളെ യോജിപ്പിക്കുന്നത് സംഘപരിവാർ വിരുദ്ധത കൂടിയിട്ടാണ്. നമുക്ക് പ്രകാശ് രാജിൻ്റെ കാര്യം അറിയാം. അപ്പോൾ അത്തരമൊരു സാധനം ഒരു കലാകാരൻ എന്ന രീതിയിൽ കൂടിയിട്ട് ഉണ്ടാകുമോ ഇതിന്, ഇത്തരം ഒരു താല്പര്യത്തിൻ്റെ പുറകിൽ? ഉണ്ടാകാം. കാരണം നല്ല രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി വെല്ലുവിളികൾ നേരിടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ പ്രകാശ് രാജിനെ പോലെ അനുരാഗ് കശ്യപും.
ഇപ്പോൾ അനുരാഗ് കശ്യപ് തെക്കേ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നില്ല. പക്ഷേ സൂചനകളുണ്ട് ബംഗളൂരുവിലാണ് എന്ന്. കർണാടകമാണ് തെക്കേ ഇന്ത്യയിൽ BJPയുടെ ഏറ്റവും വലിയ പരീക്ഷണശാല. ഗുജറാത്ത് പോലെ തെക്കേ ഇന്ത്യയിൽ അവർ നോക്കുന്ന പരീക്ഷണശാലയാണ്. വലിയൊരളവ് വരെ അതിനകത്ത് വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബംഗളൂരു എന്ന് പറയുന്നത് BJPയുടെ പുതിയ പരീക്ഷണശാല ഉയർത്താൻ പോകുന്ന വെല്ലുവിളികളെ കൂടെ നേരിടേണ്ട ഒന്നാണ് എന്ന് അനുരാഗ് കശ്യപിന് അറിയാമായിരിക്കും സ്വാഭാവികമായി. പിന്നെ ഈ പറയുന്ന ബംഗളൂരു, കർണാടക, അതൊക്കെ നമ്മളെ വേറെ ചില ചിന്തകളാൽ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഗൗരി ലങ്കേഷ് ഏറ്റവും ഒടുവിൽ, ധാബോൽക്കർ ആയാലും ഈ പറയുന്ന പൻസാര ആയാലും ഒക്കെ ഇപ്പോൾ 2 കൊലപാതകങ്ങൾ അവിടെയാണ് നടന്നിട്ടുള്ളത് അല്ലേ? അതിൽ തന്നെ ഈ പറയുന്ന ഗൗരി ലങ്കേഷിനെ ഒഴിവാക്കി നിർത്തിയാൽ മഹാരാഷ്ട്രയിലും ഇവിടെയും ഉണ്ടായ കൊലപാതകങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആയുധം പോലും ഒന്നാണ്. ആ കൊലയാളികളുടെ ശൃംഖലകൾ തമ്മിൽ ബന്ധമുണ്ട്. ഗൗരി ലങ്കേഷിലേക്കൊക്കെ അതിൻ്റെ അന്വേഷണങ്ങൾ പോവുകയാണ്. അപ്പോൾ തെക്ക് വടക്ക് വ്യത്യാസമില്ലാത്ത ഒരു പ്രോജക്റ്റ് BJP നടപ്പാക്കുന്നുണ്ട് ഘട്ടം ഘട്ടമായി. അപ്പോൾ പുതിയ വെല്ലുവിളികളുടെ ഒരു ലോകത്തിലേക്കാണ് അനുരാഗ് കശ്യപ് വരാൻ പോകുന്നത്. പിന്നെ മാത്രവുമല്ല, അതതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. പിന്നെ ഈ ബോളിവുഡിൻ്റെ പ്രശ്നങ്ങളായിട്ട് അനുരാഗ് കശ്യപ് പറയുന്ന കാര്യങ്ങളെല്ലാം തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് BJPയുടെ പുതിയ പ്രോജക്റ്റുമാണ് അല്ലേ ജിംസെ? ഇപ്പോൾ ഈ തെലുങ്ക് സിനിമകൾ, ഈ പറയുന്ന കന്നഡ സിനിമകൾ, അതൊക്കെ ഭയങ്കരമാവണ്ണം വടക്കേ ഇന്ത്യയിൽ വ്യാപകമായി ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ കേന്ദ്രീകരിച്ച് ഇറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, പ്രോപ്പഗൻഡ സിനിമ. അതുപോലെ ഈ പറയുന്ന തെലുങ്ക് സിനിമകളിലേക്ക് വലിയ പ്രൊജക്ഷനും ഭയങ്കര തിയേറ്റർ റിലീസും ഭയങ്കര കോടികൾ കളക്ട് ചെയ്തു എന്ന് പറയുന്ന പ്രചാരണവും എല്ലാം വടക്കേ ഇന്ത്യയിൽ BJP ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് തെക്ക് വ്യത്യാസമില്ലാത്ത ഒന്നാക്കി ഇതിനെ മാറ്റാനുള്ള വലിയ പ്രോജക്റ്റാണ് നടക്കുന്നത്. അത് പുതിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് അനുരാഗ് കശ്യപിനും തെക്കേ ഇന്ത്യക്കും. അതുകൊണ്ട് തെക്കേ ഇന്ത്യ ഇതിനെ ശക്തമായി BJP പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്കല്ല ഇനി കാണേണ്ടത്. BJPയുടെ ആക്രമണം എല്ലാ സന്നാഹങ്ങളോടെയും വന്നു കഴിഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ്. അതിലിനി പൊരുതാനുള്ള നിലയാണ്. പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ അത് ദൂരെ നിൽക്കുകയായിരുന്നു. പൊരുതാൻ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണ് പുതുതായുള്ളത്. അതിൽ അനുരാഗ് കശ്യപിൻ്റെ സാന്നിധ്യവും ആവേശകരം തന്നെയാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരളത്തിൻ്റെ മഹത്വം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അനുരാഗ് കശ്യപ് പറയുന്നുണ്ട് ഹിന്ദി സിനിമകളുടെ മേലിപ്പോൾ പുതിയൊരു ആധിപത്യം വന്നിരിക്കുന്നത് OTT ആധിപത്യം. അതിപ്പോൾ മോദി സർക്കാരിന് മാത്രം നിയന്ത്രണമുള്ള ഒന്നല്ല, അന്താരാഷ്ട്ര ഭീമന്മാരുടെ ഇടപെടലും കൂടെയാണ്. അതിനകത്ത് അവരുടെ ഈ പറയുന്ന ഹിന്ദു പ്രോജക്റ്റൊക്കെ വിറ്റുപോകുന്നുവെങ്കിൽ അതിനോട് അവർക്കും അനുകൂല താല്പര്യമുണ്ടാകും. പക്ഷേ അതിലേക്ക് മാത്രമായി അവരുടെ താല്പര്യങ്ങൾ ചുരുങ്ങില്ല. കാരണം വലിയ വാണിജ്യ മുതൽ മുടക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ റിസൾട്ടുകൾ വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുമാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷനിൽ അവർ ഔട്ട്സോഴ്സ് ചെയ്യായിരിക്കുമല്ലോ. അത്തരം കാര്യങ്ങൾക്ക് അനുമതിയൊക്കെ കൊടുത്തതിന് ശേഷം പ്രൊഡക്ഷൻ മോശമാണെങ്കിൽ അവരത് ഒഴിവാക്കി കളയും. അവരതിനകത്ത് മുടക്കിയ പണവും പൊക്കോട്ടെ എന്നങ്ങ് വിചാരിക്കും. കാരണം അത്രയും കൃത്യതയോടെയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അനുരാഗ് കശ്യപ് പറയുന്ന ചില വിമർശനങ്ങളുണ്ടല്ലോ, അതായത് ഡേറ്റ ഷീറ്റ് വെച്ചിട്ടാണ് ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ശരിയല്ല എന്ന്. അത് ശരി തന്നെയാണ്. കാരണം മനസ്സ് എന്ന് പറയുന്നത് പഴയതുപോലെ ഒരാളിൽ ഒളിച്ചിരിക്കുന്ന ഒന്നല്ല. പുതിയ കാലത്ത് മനസ്സിനൊരു സംവേദനക്ഷമതയുണ്ടല്ലോ. ആ സംവേദനക്ഷമതയ്ക്ക് ഇലക്ട്രിക്കൽ തരംഗങ്ങളൊക്കെ ബന്ധമുണ്ടല്ലോ, എൻ്റെ ഒരു ശാസ്ത്രീയ തലമൊക്കെ ഉണ്ടല്ലോ, മാഗ്നറ്റിക് തലമൊക്കെ അതിനുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അത് ഒപ്പിയെടുക്കാൻ കഴിയുന്ന പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിലൊരു പാരസ്പര്യവുമുണ്ട് അല്ലേ? ഒരു യന്ത്രവും ഒരു മനുഷ്യൻ്റെ മനസ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. മനസ്സിലാക്കലിൻ്റെ ഒരു പുതിയ തലമാണത്. അങ്ങനെ വരുമ്പോൾ അവരിത് അത്രയും മൈക്രോ ലെവലിൽ അവരിത് പരിശോധിക്കുകയാണ്. നിങ്ങളൊരു സാധനം ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇന്ന ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, നിങ്ങൾ ഒരു ഭാഗത്ത് പോസ് ചെയ്തത് നിർത്തിയോ, നിങ്ങൾ മറ്റൊരു ഭാഗത്തത് പലവട്ടം കണ്ടോ, അങ്ങനെ നിങ്ങളെന്താണ് എന്നൊരു ഐഡൻറ്റിഫിക്കേഷനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആണ് ഈ ഡേറ്റ ഷീറ്റ് തയ്യാറായി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിൻ്റെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അപ്പോൾ ഇതൊക്കെ പുതിയ ലോകമാണ്, പുതിയ മനുഷ്യനെ കണ്ടെത്തുന്ന പുതിയ വിധങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കശ്യപ് കലഹിച്ചിങ്ങോട്ട് പോന്നിട്ട് കാര്യമില്ല. അതെവിടെയായാലും അതൊക്കെ നേരിടേണ്ട സാഹചര്യം തന്നെ വരും. പിന്നെ കേരളത്തിലെ സിനിമകളുടെ പുതിയ മാറ്റം എന്ന് പറയുന്നത് വലിയ മാറ്റം തന്നെയാണ്. അപ്പോഴും കേരളത്തിലും ഇത്തരം സിനിമകൾ കൊണ്ടുവന്ന വിഭാഗത്തെ പറ്റിയുള്ളൊരു പാരലൽ നരേറ്റീവ് ഉണ്ട്. അത് നമ്മൾ കാണാതെ പോയിക്കൂടാ. ഈ നല്ല സിനിമകൾ കൊണ്ടുവന്ന മുഴുവൻ ആളുകളെയും മട്ടാഞ്ചേരി ഗ്യാങ്ങെന്ന് അധിക്ഷേപിച്ചതാണ്. ഈ സിനിമയുടെ അത്ഭുതങ്ങൾ മുഴുവൻ ലഹരി കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കഥകളെ ഒരു പ്രത്യേക രൂപത്തിൽ മെനഞ്ഞെടുക്കുന്നു അല്ലേ? ഇപ്പോൾ സുഡാനിയൊക്കെ പോലെ പ്രത്യേക തരത്തിൽ മെനഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ വലിയൊരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് അവതരിപ്പിക്കുന്ന നറേറ്റീവുമുണ്ട്. അതിനെയൊക്കെ ഭേദിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്.
അതേസമയം തന്നെ ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സവർണ്ണ പ്രതീകത്തെ വെച്ചുകൊണ്ട് അതിപ്പോൾ വണ്ണത്തിൻ്റെ കാര്യത്തിലായാലും അതല്ല ഈ പറയുന്ന BJPയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടായാലും മറ്റൊരു ലോബിയുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നിനെയും അങ്ങനെ BJP മുക്തമായ വലിയ ശുദ്ധമായ മേഖലകളെന്ന നിലയിൽ കാണേണ്ടതില്ല. എല്ലാത്തിലും അതുണ്ട്. അതിനെ നേരിടാനായിട്ടുള്ള പ്രതിരോധങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ബംഗളൂരിൽ താമസിച്ച് കശ്യപിനും അതിൻ്റെ ഭാഗമാകാം. എന്തായാലും കശ്യപിൽ നിന്ന് കൂടുതൽ നല്ല സിനിമകളും മികച്ച പ്രകടനങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം.